here inside my house, and what this I'm saying about this Subramanian actually. പണ്ട് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അവന് ഒരു ഗതിയും പരഗതിയില്ലായിരുന്നു. അവൻ്റെ മോളെ കെട്ടാനായിട്ട് അവൻ്റെ പെങ്ങടെ മോൻ തന്നെയാണ് ഇവൻ്റെ മോളെ കെട്ടിയത്. സിമി എന്നാണ് അവിടെ പേര്. അപ്പം ഇവൻ്റെ പെങ്ങളുടെ മോനാണ് ഇവളെ കെട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ ആവാറായപ്പം ഈ സദാനന്ദ മന്ദിരത്തിലുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും കല്യാണം നടക്കരുതെന്നൊക്കെയുള്ള ചിന്തയിൽ പലതും ചെയ്ത്. അപ്പോൾ ഇവന്മാർ ജയശ്രീ എന്ന് പറയുന്ന ഒരുത്തി വഴിയാണ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം എടുത്തത്. ഓച്ചിറ ഉള്ളൊരു ജ്വല്ലറിയിൽ നിന്നാണ് ജയശ്രീ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി റൈറ്ററുടെ സഹായത്തോടെ സ്വർണം വാങ്ങി. എന്നിട്ട് ഇവിടെ ഒരു രീതിയുണ്ട്, നാട്ടുകാർക്ക് നമ്മൾ കാശ് കൊടുക്കുമ്പം നാട്ടുകാർ തിരിച്ചു കൊണ്ടുവന്ന് തരും കല്യാണത്തിൻ്റെ തലേന്ന്, കല്യാണത്തിൻ്റെ ദിവസമൊക്കെ ആയിട്ട്. അപ്പം ഇവൻ അങ്ങനെ കാപ്പി വെച്ചു, ആൾക്കാർ വന്ന് അതിപ്പം പൈസ പ്രതീക്ഷിച്ച പോലെ ഒന്നും പിരിഞ്ഞ് കിട്ടിയില്ലായിരിക്കും, കൊടുത്തതല്ലേ കൊടുക്കൂ. ഇപ്പം കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടിലായിരുന്നു. ഇവൻ തന്നെയാണ് നമ്മളോട് ഇത് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു. ഓക്കെ. എന്നിട്ട് ബസ് പോകണോ, ഇവൻ്റെ മോളുടെ കല്യാണം ഇച്ചിരി ദൂരെ, അയാളുടെ പെങ്ങളുടെ മോനൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോയി ഏതോ ഒരു മാങ്കാങ്കുന്നോ അങ്ങനെയുള്ള ഏതൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. എന്നിട്ട് ബസ് പോകാൻ തന്നെ കാശോ അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ സ്വർണ്ണക്കടക്കാർ സ്വർണം കൊടുത്തതുമൊക്കെ വലിയ പൈസ ഫുള്ളൊന്നും കൊടുക്കാതെയാണ് അവർ കൊടുത്തത്. ഊരിത്തരാം എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റിൽ തിരിച്ച് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നൊക്കെയുള്ള കല്യാണം നടക്കണമല്ലോ. അങ്ങനെ എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇവർ വിരുന്നിന് വന്നപ്പം ഈ സിമി എന്ന് പറയുന്നവളും അവളുടെ ഹസ്ബൻഡും കൂടെ ഇവൻ്റെ പെങ്ങളുടെ മോൻ തന്നെയാണ് മനോജ്, അവനും കൂടെ വന്നപ്പോൾ സദാനന്ദ മന്ദിരത്തിലുള്ളവർ ഈ സ്വർണ്ണക്കടക്കാരെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ട്, സ്വർണം ഇനി ഒന്നും കിട്ടാനില്ല, നിങ്ങൾ വന്ന് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാനെന്ന്. ഇപ്പം പെണ്ണും ചെറുക്കനും കൂടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സദാനന്ദ മന്ദിരത്തിൽ. പാരാന്ന് വെച്ചാൽ ഭയങ്കര പാരയാവന്മാർ. അങ്ങനെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ്, അവനൊരു തേർഡ് റേറ്റാണ്. അവന് നന്ദിയും കൂറും അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അവൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ ആരും കേട്ട് നിൽക്കത്തില്ല. ഇവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കും സത്യത്തിൽ. ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇവനെ എന്നേ ചവിട്ടി കൂട്ടിയേനെ. നമ്മളിപ്പോൾ ഞാനും എൻ്റെ അമ്മയും പെണ്ണുങ്ങൾ മാത്രം ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ, വേറെ വല്ല ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇവൻ എന്നേ ഇവൻ്റെ ചെവിക്കുറ്റി കാണത്തില്ല. അതുപോലെ സദാനന്ദ മന്ദിരത്തിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്പർ 1 പാര എന്ന് പറഞ്ഞ ഇവനെ പാരാന്നാണ് വിളിക്കുന്നത്. സോമച്ചാരെന്ന് പറയുന്നവനെ വിളിക്കുന്നത് പാര, പൂച്ചക്കണ്ണം പാര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഇവർ രാവിലെ അങ്ങ് പോയി, ഇവളും ഇവളുടെ ഭർത്താവും കൂടെ കണ്ട് വിരുന്നിന്. അതുകൊണ്ട് മുന്നിപ്പെട്ടില്ല സ്വർണ്ണക്കടക്കാരല്ലേ. സ്വർണ്ണക്കടക്കാർ അന്ന് തന്നെ ഊരി ഇവളുടെ ഭർത്താവെന്ന്, ഏത് അപ്പച്ചിയുടെ മോനായാലും ശരി, ഏതവനായാലും ശരി, നമ്മൾ വീട്ടുകാരിട്ട് തന്ന സ്വർണ്ണക്കടക്കാർ വന്ന് പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊരി അഴിച്ചുകൊണ്ട് പോകുന്നത് പോലൊരു മാനക്കേട് വേറെ ഇല്ല, അറിയാമല്ലോ. പിന്നെ ജീവിച്ചിരിക്കുന്നതിലേക്കാട് നല്ല വല്ല ചാവുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ അന്ന് ദൈവാധീനം കൊണ്ട് നടന്നില്ല. അവിടെ എങ്ങാണ്ട് ഇവനെയും കൊണ്ട് അങ്ങ് രാവിലെ വെളുപ്പാങ്കാലത്തെ പോയതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ. എന്നിട്ട് ഏറ്റവും അവസാനം ഇവന് പൈസ കൊടുക്കാൻ സ്ഥലമില്ലാതെ, ഇത് 9 സെൻറ്റ് ഇതെൻ്റെ അച്ഛൻ്റെതാണ്, പിന്നെ ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ 10 സെൻറ്റ് വാങ്ങിച്ചതിന് ഭയങ്കര പൂരം അടിയായിരുന്നു. അത് കഴിഞ്ഞൊരു 7 സെൻറ്റ് ഇവൻ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു, ഈ കുട്ടൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ. അങ്ങനെ ആ 7 സെൻറ്റ് വാങ്ങിക്കാൻ എൻ്റെ കാല് പിടിച്ചു. വാങ്ങിച്ചില്ലെങ്കിൽ വേറെ ആരും വാങ്ങിക്കാനില്ല, വാങ്ങിച്ചില്ലെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമാകും, മോളുടെ ഇതാണെന്നെല്ലാം പറഞ്ഞ് കടങ്ങൾ വീടാനോട്ട് സ്വർണ്ണക്കടക്കാരെന്നും വരുന്നു, ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊന്നും വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ മോളുടെ കല്യാണം ഇവൻ്റെ മോളുടെ കല്യാണം എന്ന് പറയുന്നത് ഇവർ സ്വർണ്ണക്കടക്കാരാണല്ലോ, ഇവന്മാരങ്ങ് ചെല്ലും, രാമനാട്ടുകര ചെന്ന് സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ട് പോരും. അന്ന് ഇവളുടെ മാനം രക്ഷിച്ചത് ഞാനാണ്. ഇവളുടെ മാനം മനസ്സിലായില്ലയോ. ഇവളിന്ന് വലിയ
പൊക്കത്തിൽ എങ്ങാനും ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ മാനവും ഇവൾക്ക് കല്യാണത്തിന് ഈ പോയതൊക്കെ ഇട്ടുകൊണ്ടും ഇരിക്കാനും കല്യാണം നല്ലപോലെ നെടുനീളത്തിക്കൊണ്ട് നടക്കാനും പറ്റിയത് എൻ്റെ കാശ് കൊണ്ടാണ്. ഞാൻ കൊടുത്ത നല്ലൊന്നാന്തരം മഹാലക്ഷ്മിയെ പോലുള്ള നോട്ട് കൊടുത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലയോ? മനസ്സറിഞ്ഞു. ഇവന് ചോദിച്ച കാശ് കൊടുത്താൽ ബാർഗെയിനൊന്നും ചെയ്തില്ല. ഇവൻ ചോദിച്ച വില കൊടുത്താണ് ഞാൻ 7 സെൻറ്റ് വാങ്ങിച്ചത്. ഇവൻ ഇങ്ങോട്ട് എന്നുവെന്നും ചീത്ത വിളിക്കാൻ. ഇവൻ ധർമ്മകല്യാണം നടത്തി വിട്ടതാ. എന്ന് റേഷനരി ആയിരുന്നു തിന്നുകൊണ്ടിരുന്നത്. ഇവനിപ്പം വലിയ പ്രഭുത്വം കാണിക്കുന്നു നമ്മളോട്. ഇവനെന്താ പ്രഭുവാ? വന്ന വഴിയൊന്നും മറക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. വന്ന വഴിയൊക്കെ അങ്ങ് മറക്കരുത്. 6 പൈസ കൊണ്ട് നിൻ്റെ മോള് ഇന്ന് വലിയ ഇതിൽ ഇതാക്കുന്നെന്നുള്ളതൊക്കെ മറക്കാതിരിക്കുന്നത് നല്ലതാണ്. പ്രീതായ എസ് പണിക്കറും ക്രൂതായ എസ് പണിക്കറും ഒന്നുമല്ല കൊടുത്ത് തന്ന കാശ്, എൻ്റെ കാശാണ് 7 സെൻറ്റിന്. അവളെന്തോ കൊടുത്തെന്ന്. അവൾ ഇങ്ങനെ കണ്ടവനെ എല്ലാം കൊന്ന് അടിച്ചു മാറ്റി നടക്കുന്നതല്ലാതെ, ഭർത്താവിനെ എല്ലാം കൊന്ന് അങ്ങനെ ഇങ്ങനെയെല്ലാം ആൾക്കാരുടെയൊക്കെ അടിച്ചു മാറ്റി കള്ളത്തരത്തിൽ നടക്കുന്നതെന്നല്ലാതെ കൊടുത്തു പഠിച്ചവൾ ഞാനാ കേട്ടോ. എൻ്റെ പൈസയാണ് നിൻ്റെ മോൾക്ക് പ്രയോജനപ്പെട്ടത്. മനസ്സിലായോടാ? എൻ്റെ പൈസ അല്ലാതെ എന്തുവാ? ഏത് പ്രീജായേഷ് പണിക്കൻ്റെ കയ്യിലിരിക്കുന്ന അന്ന് മാങ്ങാച്ചൊള കേട്ടോ, ചക്കച്ചൊള ഇരുന്ന് അവിടെ കയ്യിൽ. ഞാൻ തന്ന കാശാണ് നിൻ്റെ മോളുടെ ജീവിതം ഇതുപോലാക്കിയത്. അത് മറക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. നീ എന്നെ ചീത്ത വിളിക്കുന്നു, നീ എന്നെ അതും ഇതും പറയുന്നതൊക്കെ ഉണ്ടല്ലോ, ഈശ്വരൻ കാണുന്നുണ്ട്. നിന്നെ വെറുതെ ദൈവം വിടത്തില്ല. നീ ഇങ്ങനെ കണ്ടവൻ്റെ എല്ലാം ഇതിപ്പം പറ്റിച്ച് നടക്കുമല്ലയോ. നീ നേരെ ചൊവ്വേ നടക്കാൻ നോക്ക്. എൻ്റെ അടുക്ക് ഗുസ്തി പിടിക്കാൻ വരാതെ. നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം. ഇതെൻ്റെതാണ്. ഇത് കണ്ടവർക്കൊന്നും കൊടുക്കാനല്ല. മനസ്സിലായോ? ഇത് കണ്ടവരവനും കൊടുക്കാനല്ല. ഇതെൻ്റേതാണ്. എൻ്റെ അച്ഛൻ്റെത്. പ്രീതായേഷ് പണിക്കറൊന്നും ഇവിടുത്തെ ആരുമല്ല. അവളുടെതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട് പന്തളത്ത്. അവളുടെ വസ്തുവും വകയൊക്കെ പന്തളമാണ്. അവിടെ പന്തളത്തോട്ടൊന്നും ആരും കയറിപ്പോകാൻ വരുന്നില്ല. അവളെൻ്റെ രക്ഷാധികാരിയൊന്നും അവൻ ഇവിടോട്ട് കയറണ്ട. പ്രീതായേഷ് പണിക്കർ അവളുടെ മക്കളുടെ രക്ഷാധികാരിയായാൽ മതി. എൻ്റെ രക്ഷാധികാരിയൊന്നും അവളാവണ്ട. അവളുടെ കാര്യം നോക്കിയാൽ മതി. അവൾ രക്ഷാധികാരിയൊക്കെ ആയി ഇങ്ങനെ കണ്ടവരെയൊക്കെ വെച്ച് എന്തുവാ ആശ്രമൊക്കെ കലക്കി തന്ന ആൾക്കങ്ങ് എൻ്റെ സ്വത്തും മുതലുമൊക്കെ അങ്ങ് അടിച്ചെടുക്കാമെന്നാണ് വിചാരം. അവളുടെ ഭർത്താവിനെ സ്ലോ ആക്ടിങ് പോയിസണൊക്കെ കൊടുത്ത് കൊന്ന് വകവരുത്തി കോടികൾ എടുക്കുകയും കൊന്നു കെട്ടി തൂക്കുകയും ഒക്കെ ചെയ്ത് പോസ്റ്റ്മോർട്ടമൊന്നും മധുര പോലീസ് പറഞ്ഞ പോസ്റ്റ്മോർട്ടമൊന്നും നടത്താതെ നിങ്ങളെല്ലാം കേട്ടതില്ലയോ? സൈലൻ്റ് അറ്റാക്ക്. ഇവരൊക്കെ പറയുന്നത് സൈലൻ്റ് അറ്റാക്കാണ്. എന്താ സൈലൻ്റ് അറ്റാക്കാണ്? ഇവിടെയുള്ള നാട്ടുകാരോടെല്ലാം നാട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കുന്നത് സൂയിസൈഡാണെന്ന്. നിങ്ങൾക്കറിയാമല്ലോ മിക്ക സൂയിസൈഡുകൾ എന്തുവാണെന്നുള്ളത്. കൊന്നേച്ച് കെട്ടി തൂക്കിയതാണ് പാവം പിടിച്ചവനെ, ഒരു ബ്രാഹ്മണ പാവം പിടിച്ചവനെ. നാട്ടുകാർക്കെല്ലാം അറിയാം സൂയിസൈഡാണ്. സൈലൻ്റ് അറ്റാക്ക് പോലും. എന്താ സൈലൻ്റ് അറ്റാക്കാണ്? മധുര പോലീസ് പറഞ്ഞതാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ധൈര്യമുള്ളവരുമാരാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമായിരുന്നു. എന്താടി നടത്താഞ്ഞത്? എന്താ നടത്താഞ്ഞ പോസ്റ്റ്മോർട്ടം? എന്താടി പേടി? മുട്ടിടിക്കുമോ? കൊന്നേച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ മുട്ടിടിക്കും. കൊന്നു കെട്ടി തൂക്കിയാലും ഇതുപോലെ പോയിസണസ് ഗ്യാസൊക്കെ അടിച്ച് കൊന്നാലേ അകത്ത് കാണും, ശരീരത്തിനകത്ത് അതിൻ്റെ തെളിവുകൾ. മനസ്സിലായില്ലയോ? കരളിലും ലങ്സിലും പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ വരും. പോയിസണസ് ഗ്യാസൊക്കെ അടിച്ച് കൊന്നേച്ചും പോയിസണസ് സബ്സ്റ്റൻസൊക്കെ കൊടുത്ത് സ്ലോ ആക്ടിങ് പോയിസണൊക്കെ കൊടുത്ത് കൊന്നാൽ അതൊക്കെ ഉള്ളിൽ കാണും. അതാ പേടി. മുട്ടിടിക്കുന്ന നിൻ്റെയൊക്കെ വേലയൊക്കെ എൻ്റെ അടുക്ക വേണ്ട കേട്ടോ.